എല്ലാവർക്കും നമസ്കാരം. ജെയ്സൺസ് ഫേവറേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ടാഴ്ച വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ചെയ്യുകയാണ്. ഇപ്രാവശ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയാണ് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. ബൈബിളിലെ പുതിയ നിയമത്തെ ആസ്പദമാക്കി 2004 മെൽ ജിബ്സൺ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. ഞാൻ ഒരുപാട് ബൈബിൾ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കും ആക്യുറേറ്റായിട്ട്, അതായത് അവരുടെ ലാൻഡ്സ്കേപ്പ് എടുത്താലും അവരുടെ മേക്കപ്പ് എടുത്താലും അവരുടെ കോസ്റ്റ്യൂം ഡിസൈൻ എടുത്താലും ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിലും ഒരു ആക്യുറസി കൊണ്ടുവരാൻ സാധിച്ച ഒരു സിനിമയായിരുന്നു പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. അതായത് ക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള തുടർച്ചയായിട്ടുള്ള കഥകളായിരുന്നു നമ്മൾ കൂടുതലും ജീസസ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ജീസസ് ക്രൈസ്റ്റിൻ്റെ പീഡാനുഭവ കാലം മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇമോഷണലി ആയാലും മറ്റ് പല ഡീറ്റെയിൽസുകളെല്ലാം ആഡ് ചെയ്ത് ഈ ഒരു കഷ്ടാനുഭവം അല്ലെങ്കിൽ പീഡാനുഭവം, ക്രിസ്തു അനുഭവിച്ച സ്വർഗാരോഹണം വരെയുള്ള കഷ്ടപ്പാടുകളെല്ലാം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമോ അങ്ങനെ ചെയ്തെടുത്ത ഒരു സിനിമയായിരുന്നു. ഈ കഥയിലിപ്പോൾ സസ്പെൻസ് ഒന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിൻ്റെ കഥയറിയാം. പക്ഷേ അതിനെ എങ്ങനെ ആൾക്കാർക്ക് കാണാവുന്ന, ജിജ്ഞാസ തോന്നുന്ന രീതിയിൽ എടുക്കാമെന്നുള്ളതിൻ്റെ അതിലേക്ക് അയാളുടെ കുറേ ഇൻ്റർപ്രിട്ടേഷൻസ് ആഡ് ചെയ്തിട്ടായിരുന്നു ആ ഒരു സ്റ്റോറി അയാൾ ഇൻട്രസ്റ്റിംഗ് ആക്കിയത്. ഇപ്പോൾ പഴയ സിനിമകളൊക്കെ കൂടുതൽ നമ്മൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും, കൃത്യമായിട്ട് ബൈബിളിനെ ആസ്പദമാക്കിയിട്ട് കറക്റ്റ് ആ ഡയലോഗ്സിലൂടെ പോകുന്ന ഒരു രീതിയായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല. ഈ കഷ്ടാനുഭവം മാത്രം ഒരു കഥയിൽ ഫോക്കസ്ഡ് ആയതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്ത്, പിന്നെ ഈ ബൈബിളിലുള്ളത് പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ അങ്ങ് അവതരിപ്പിക്കാതെ തൻ്റെ കൂടെ കാഴ്ചപ്പാട്, സംവിധായകൻ്റെ എഴുത്തുകാരൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന നിലയിൽ ഇങ്ങനെ ആയിരിക്കാം എന്ന് ഊഹിക്കാനല്ലേ പറ്റുള്ളൂ. ചരിത്രരേഖകളൊക്കെ ഒരുപാട് നോക്കിയെങ്കിലും തൻ്റേതായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് എല്ലാം കൊടുത്തുകൊണ്ടാണ് ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ഇൻട്രസ്റ്റിംഗ് ആക്കിയത്. മെൽ ജിബ്സൺ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാഡ് മാക്സ് ഫ്യൂരിയുടെ ഒറിജിനൽ വെർഷനിലെ നായകൻ അദ്ദേഹമായിരുന്നു. പിന്നെ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് അഭിനയിച്ച ബ്രേവ് ഹാർട്ട്, ഇതൊക്കെ കണ്ട എല്ലാവർക്കും അറിയാം അദ്ദേഹം വളരെ മികച്ച ഒരു അഭിനേതാവ് കൂടിയാണ്. അതുകൊണ്ട് സംവിധാനത്തിൽ ഇത് ഒരുപാട് അദ്ദേഹത്തിനെ സഹായിച്ചു. കാരണം ഒരു ആക്ടർ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും. ആ താളത്തിൽ തന്നെ അഭിനയിക്കണമെന്ന് അതിൻ്റെ മേക്കിംഗ് വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. അതിൽ സംവിധായകർ മോണിറ്ററിൽ നോക്കി ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയത്തുള്ളൂ. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല. ആക്ടേഴ്സിനെ ആ മോണിറ്ററിലൂടെ നോക്കിയിട്ട് ഇദ്ദേഹം അറിയാതെ ഇവിടെ ഇരുന്ന് അഭിനയിച്ചു പോകും. കാരണം അത്രയ്ക്ക് ഇൻവോൾവ്മെൻറ്റോടുകൂടിയാണ് അതിനകത്തെ ഓരോ ഷോട്ടും അദ്ദേഹം എടുത്തത്. ജിം കാവീസൽ എന്ന് പറയുന്ന ആക്ടറായിരുന്നു അതിൽ ജീസസിനെ അവതരിപ്പിച്ചത്. അതായത് ഈ സിനിമയുടെ ഫസ്റ്റ് ഘട്ടത്തിൽ ഈ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള ആക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രോസസ്സ്, ഈ ബൈബിൾ സബ്ജക്റ്റുകളും അതിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ പഠിക്കുന്ന, റിസർച്ച് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടിരുത്തി അപ്പം ഒരു കഥാപാത്രത്തിന് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഏത് നാട്ടുകാരനാണ്, ആ നാട്ടുകളിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്തൊക്കെയാണ്, കണ്ണിൻ്റെ പ്രത്യേകത, മുഖത്തിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ശാരീരിക ഭാഷ, ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് അവരുടെ കൂടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ടാണ് മോണിറ്റർ വഴി, അതായത് ഈ സംവിധായകൻ ഉദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടറിൻ്റെ 60 to 70% ആക്യുറേറ്റ് ആയിട്ടുള്ള ആളുകളെ ആയിരുന്നു കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ബാക്കിയുള്ള 30%, 20% നമുക്ക് മേക്കപ്പിലൂടെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ, ബിഗ് ആണെങ്കിലും അല്ലെങ്കിൽ മൂക്കിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ, ആ ഒരു കഥാപാത്ര സൃഷ്ടി, ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഈ സെറ്റ് ബാക്ക്ഡ്രോപ്പുകൾ, അതായത് ഈ ഇംഗ്ലീഷ് സിനിമകളാണെങ്കിൽ നമ്മുടെ മലയാളത്തിനെ താഴ്ത്തി കെട്ടി സംസാരിക്കുക, അല്ലെങ്കിൽ മറ്റു ഭാഷകളിലെ സിനിമയെ നമ്മൾ ഇകഴ്ത്തി സംസാരിക്കുകയല്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഈ ഹോളിവുഡ് സിനിമകളിൽ അവർ ഏറ്റവും കൂടുതൽ, ചിലപ്പോൾ സിനിമ പരാജയമായിരിക്കാം, അല്ല കഥ പരാജയമായിരിക്കാം, പക്ഷേ അവരുടെ ഈ ടെക്നിക്കൽ ഭാഗം ഒരു വളരെ കൃത്യതയോടെയാണ്. സൗണ്ട് ഡിസൈനിങ് ആണെങ്കിലും അതിൻ്റെ ക്യാമറ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എന്ത് തന്നെ ആണെങ്കിലും അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. കഥ ദുർബലമായി പോകുന്നതുകൊണ്ട് പരാജയപ്പെടുന്ന ചിത്രങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബാക്ക്ഡ്രോപ്പ് അവതരിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കണമെന്ന് സംവിധായകന് നല്ല കാഴ്ചപ്പാട് വേണം. എപ്പോഴും ബഡ്ജറ്റും ഈ കാലഘട്ടത്തെ ആസ്പദമാക്കിയിരിക്കും. അതായത് ഇപ്പോൾ ഈ പ്രസൻറ്റ് കാലഘട്ടത്തിൽ നടക്കുന്നൊരു കഥയും ഇതല്ല ഒരു 30 വർഷം മുമ്പ് നടക്കുന്നൊരു കഥയാണ് നമ്മൾ സിനിമയ്ക്ക് ഇതിവ്യക്തമായിട്ട് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രസൻറ്റിൽ എടുക്കുന്ന കാലഘട്ടത്തെക്കാട്ടിലും കൂടുതൽ പണച്ചെലവ് വരിക പഴയ കാലഘട്ടം കാണിക്കാനാണ്. അപ്പോൾ നമ്മൾ ക്യാമറ എവിടെയൊക്കെ വെച്ചാലും ശ്രദ്ധിക്കണം. അന്ന് ആ കടയുണ്ടായിരുന്നോ, അന്ന് ഇങ്ങനെ ആയിരുന്നോ എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കാലഘട്ടം നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ
സ്ഥലങ്ങൾ യഥാർത്ഥത്തിൽ സംഭവം നടന്ന സ്ഥലങ്ങളിൽ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത്. ജെറുസലേമിലും അതിൻ്റെ സ്ട്രീറ്റിലും ഗോൽഗോഥ മലയിലും ഒക്കെ അവർ പോവുകയും അതിനനുസരിച്ചുള്ള ഫ്രെയിമുകളായിരുന്നു അവർ സൃഷ്ടിച്ചത്. നമ്മൾ ഓരോ ഫ്രെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഓയിൽ പെയിൻറ്റിങ് പോലെ തന്നെ ഇരിക്കുമായിരുന്നു. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഫ്രെയിമുകളായിരുന്നു പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിലുണ്ടായിരുന്നത്. പിന്നെ എടുത്തു പറയുന്നത് സിനിമയിലെ വിപ്പിംഗ് സീനാണ്, അടിക്കുന്ന ആ ഒരു സീൻ. എനിക്ക് ഓർമ്മയുണ്ട്, ഈ സിനിമ ഇറങ്ങിയ സമയത്ത് പ്രായമുള്ള ആൾക്കാർ ഇതിനകത്ത് യേശുക്രിസ്തുവിനെ അടിക്കുന്ന ആ ഒരു സീൻ, അതാണ് ആ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ. ആ ഒരു സീൻ കണ്ടിട്ട് ഹൃദയാഘാതം വന്നെന്നുമൊക്കെയുള്ള വാർത്തകൾ അന്ന് പലതിരുന്നു. ഈ ഇടയ്ക്ക് കോൺജറിങ് സിനിമ ഇറങ്ങിയപ്പോഴും അങ്ങനെ ഒരു വാർത്തയുണ്ടായി. അങ്ങനെ ഉണ്ടായെങ്കിൽ തന്നെ അതിനെനിക്ക് അത്ഭുതമില്ല. കാരണം ഞാൻ ഇത്രയ്ക്കും റൂഡായിട്ടുള്ള ഒരു വിപ്പിംഗ് സീൻ ഞാൻ വേറൊരു സിനിമയിലും കണ്ടിട്ടില്ല. എന്നിട്ട് പോലും അവർ പറയുന്നത് അത് 100% ആക്യുറേറ്റ് അല്ല എന്നാണ്. അപ്പം ശരിക്കും സംഭവിച്ചത് എത്രയോ ദുഷ്കരമായിരിക്കും. ആദ്യമേ വടി കൊണ്ടടിച്ചതിന് ശേഷം ഈ ചമ്മട്ടിയുടെ തുമ്പത്തുള്ള ചെറിയ ചെറിയ ഇരുമ്പ് കൊളുത്തുകളും എല്ലിൻ കഷ്ണങ്ങളും ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള സാധനം കൊണ്ടാണ് അടിക്കുന്നത്. പിന്നെ അതിലുപയോഗിച്ചിരിക്കുന്ന ബ്ലഡ്, ടോൺസ്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ണ് പൊത്തി കാണേണ്ടി വരും അതിനകത്തെ ആ ഒരു വിപ്പിംഗ് സീൻ. ശരിക്കും സിനിമയുടെ ഒരു ഹൈലൈറ്റഡ് പോർഷനാണ് ആ ഒരു വിപ്പിംഗ് സീൻ. പിന്നെ സിനിമയുടെ സംഗീതം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് സൗണ്ട് ഡിസൈൻ ഗംഭീരം. ഇതിലൊരു സീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് യേശുക്രിസ്തുവിനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മാതാവ് വന്ന് യേശുക്രിസ്തുവിനെ അടിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഒരു ഹോൾവേ കൂടെ നടന്നു പോകുന്ന ഒരു സീനുണ്ട്. അതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയുടെ സംഗീതമായ കർണാട്ടിക് സംഗീതത്തിലെ നീലാംബരി രാഗം പോലെ അല്ലെങ്കിൽ താരാട്ട് പോലെ തോന്നുന്ന ഒരു ടോൺ അതിനകത്ത് എനിക്ക് കിട്ടും. സാധാരണ ബോളിവുഡ് സിനിമകളിൽ ആ ഒരു ടോൺ കേൾക്കേണ്ടതല്ല. അല്ലെങ്കിൽ അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഇനി ചിലപ്പം ഇംഗ്ലീഷ് നോട്ടുകളോ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരിക്കും, ഒരു താരാട്ട് പോലെ, അതായത് എന്തൊരു വയലിൻ ബിറ്റുകൾ. അപ്പോൾ എനിക്കൊരു സംശയം, എന്തോ ഒരു ഇന്ത്യൻ ടച്ച് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ സിനിമ മുഴുവൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് വയലിനിസ്റ്റായിട്ടുള്ള ആൾക്കാരുടെ 2 പേരുടെ പേര് ഞാൻ കണ്ടു. ഇതാണ് ആ പേര്. ഇവർ 2 പേരുമാണ് ആ സിനിമയിലെ ആ വയലിൻ വായിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ സംഗീതം തന്നെയായിരുന്നു. സിനിമയുടെ ഈ വയലൻസും ഗോർ എലമെൻറ്റും കൊണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ ഇത് ബാൻ ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ഒരു ടോപ്പ് 10 കോൺട്രവേഴ്ഷ്യൽ സിനിമയിലെ ഒന്നാണ് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. മൾട്ടി ലാംഗ്വേജിൽ ഇറങ്ങിയ ഈ ചിത്രം യഥാർത്ഥത്തിൽ ഷൂട്ട് ചെയ്തത് ക്രിസ്തുദേവൻ സംസാരിച്ച അറാമിക് എന്ന് പറയുന്ന ഭാഷയിൽ തന്നെയായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ സംവിധാനത്തിന് മറ്റു ചില വെല്ലുവിളികളുണ്ട്. അതിലെ പ്രധാന കഥാപാത്രങ്ങളായ പുരോഹിതന്മാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഫ്രണ്ട് റോയിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും ജെറുസലേമിലുള്ളതും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ അറിയാത്ത ആൾക്കാരുമാണ്. അവർ അറാമിക് ഭാഷയും അറബിയും സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു. ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് സംവിധായകൻ ഈ ഡയലോഗ്സുകൾ അവർ പറയേണ്ട, അവർ നിലവിളിക്കേണ്ട അല്ലെങ്കിൽ അവർ വെച്ച് താർപ്പ് വിളിക്കേണ്ട എന്തൊക്കെ ഡയലോഗാണെന്ന് അവരെ അറിയിച്ചിരുന്നത്. ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ആ കൂട്ടത്തിലുള്ള ആൾക്കാർ ഈ ഭാഷ, അറാമിക് ഭാഷ പറയാൻ വേണ്ടിയിട്ട് പുറകിൽ പ്ലക്കാർഡിൽ ഈ അറാമിക് ഭാഷ ഇംഗ്ലീഷിൽ എഴുതി വലുപ്പത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടായിരുന്നു അതെല്ലാം ഷൂട്ട് ചെയ്തത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് പറയാം. ഇതിൽ യേശുവായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആളുടെ പേര് ജിം കർവീസൽ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ യേശുവിൻ്റെ മുഖമുണ്ടോ എന്ന് നമുക്ക് ചിലപ്പം സംശയം തോന്നും. ഈ മീശയും താടിയൊന്നും ഇല്ലാത്ത നോർമൽ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു യേശു ക്രിസ്തുവിൻ്റെ മുഖമുള്ളതായിട്ട് തോന്നത്തില്ല. പക്ഷേ സംവിധായകൻ ആ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സാക്ട്ലി, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചിലർ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴായാലും പ്രാർത്ഥിക്കുമ്പോഴായാലും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമാണോ മനസ്സിൽ വരുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ സെറ്റിൽ ജിം കാർവിസലിന് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അദ്ദേഹം ഒരുപാട് സഹിച്ച് ക്ഷമിച്ചാണ് ഈ ഒരു സീനിൽ അദ്ദേഹം അഭിനയിച്ചത്. ആ അടിക്കുന്ന സീനിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരു പാഡ് സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തിട്ട് അതിലായിരുന്നു അടി കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും 2-3 തവണ ഈ പാഡിലടിച്ച അടി തെന്നി അദ്ദേഹത്തിൻ്റെ പുറത്ത് തന്നെ കൊണ്ടു. ആ സിനിമയിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു ദൈവീകത തോന്നുന്ന ഒരു സീനുണ്ട്. ബാക്കിയുള്ള സമയത്തല്ല, അദ്ദേഹത്തിൻ്റെ കൂടുതൽ സമയത്തും ഈ അടി കൊണ്ട ക്ഷതമേറ്റ ശരീരവും മുഖമൊക്കെയാണ്.
അതിൽ വളരെ സുന്ദരനായിട്ട് കാണുന്ന ഒരു പോർഷനിൽ മലയുടെ മുകളിൽ ഒരു പ്രസംഗമുണ്ട്. അത് ഷൂട്ട് ചെയ്യുന്നിരിക്കുന്ന സമയത്ത് ഒരു 2-3 തവണ അദ്ദേഹത്തിൽ മിന്നൽ ഏറ്റു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ 2-3 തവണ അദ്ദേഹത്തിന് മിന്നൽ ഏറ്റു. അതേപോലെ തന്നെ ഈ കുരിശുമരണം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര തണുപ്പാണ്. ഈ ഷൂട്ടിംഗ് സെറ്റ് കംപ്ലീറ്റ് വലിയ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഹീറ്ററൊക്കെ വെച്ചിട്ടൊക്കെയാണ് അവർ ഒരു ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ഷൂട്ട് ചെയ്തത്. പക്ഷേ ക്രിസ്തുവിൻ്റെ വേഷം ചെയ്യുന്നത് കൊണ്ട് ഡ്രസ്സ് ഇടാൻ പറ്റില്ലല്ലോ. കുരിശിൽ കിടന്ന് അദ്ദേഹം വിറയ്ക്കുന്ന ഒരു സീനുണ്ട്. എക്സാക്ട്ലി അത് അഭിനയിച്ചതല്ല, ശരിക്കും അദ്ദേഹം വിറച്ചത് തന്നെയാണ്. പിന്നെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു സീനാണ് അദ്ദേഹത്തിൻ്റെ വിലാപ്പുറത്ത് കുത്തുന്ന അല്ലെ കൈകളിൽ ആണി അടിക്കുന്ന അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ആ സീനുകളെല്ലാം. വിലാപ്പുറത്ത് കുത്തുന്ന സീനിന് വേണ്ടി ബ്രീത്ത് ചെയ്യുന്ന ഒരു ആനിമട്രോണിക്സിനെ ഉണ്ടാക്കി. അതായത് ജിം കവീസലിൻ്റെ ഒറിജിനൽ പതിപ്പ് പോലെ അവർ രണ്ടുപേരെയും അടുത്ത് ഒന്ന് റോബോട്ടിനെയും ഒന്ന് ആക്ടറിനെ കിടത്തി തിരിച്ചറിയാനാവാത്ത വിധം സാമ്യതയുള്ള രൂപം ഉണ്ടാക്കിയിട്ട് ബ്രീത്ത് ചെയ്യുന്ന ഒരു ആനിമട്രോണിക്സ് രൂപത്തിലായിരുന്നു ആ കുന്തം കുത്തുന്ന സീൻ എടുത്തിരിക്കുന്നത്. അത് CGI അല്ല, റിയലാണ്. രണ്ട് മൂന്ന് ഭാഗങ്ങളിൽ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഷോട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതായത് ഒരാളെ കയ്യിലും കാലിലും ആണി തറച്ചിട്ട് കുരിശ് കമത്തി പിടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നടുവിൻ്റെ പോർഷൻ ഒരിക്കലും കുരിശോട് ചേർന്ന് നിൽക്കത്തില്ല, തൂങ്ങിക്കിടക്കുകയുള്ളൂ. പക്ഷേ ആ ഒരു പോർഷനിൽ നിങ്ങൾക്ക് നോക്കറിയാം. പക്ഷേ സംവിധായകൻ വളരെ ക്ലെവറായിട്ട് ഒരാളുകളെയൊക്കെ അതിന് മുന്നിലൂടെ നടത്തി ആൾക്കാരുടെ ഒരു മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സാത്താനായിട്ട് അഭിനയിച്ച കണ്ടാൽ നമ്മളിതുവരെ കണ്ടിട്ടുള്ള പല്ല് കൊമ്പൊക്കെ വെച്ചിട്ടുള്ള സാത്താനായിരുന്നു. പക്ഷേ ഇതിൽ വളരെ സുന്ദരനായ ഒരു സാത്താനെയാണ് കണ്ടത്. സുന്ദരൻ എന്ന് പറയാൻ പറ്റില്ല, സുന്ദരി എന്ന് പറയേണ്ടി വരും. കാരണം റോസലിൻഡ കാറ്റ്ലിനോ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു. അവർക്കും എനിക്ക് തോന്നുന്നൊരു 6 അടി ഉയരമുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ പുരികം ഷേവ് ചെയ്തു. അതുകൊണ്ടായിരിക്കാം അവർക്കൊരു മെയിൽ ഫേസ് ആയിട്ട് തോന്നുന്നത്. പിന്നെ പഴയ സിനിമയായ ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ സിനിമയുടെ ഒരുപാട് ഫ്രെയിംസുകൾ ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ ഇൻസ്പയർഡ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വർഷങ്ങൾക്ക് മുമ്പിട്ടാണ് ഈ ടെംപ്റ്റേഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഇറങ്ങുന്നത്. ഒരുപാട് വിവാദങ്ങൾക്ക് വഴിവെച്ച സിനിമയാണ്. പല രാജ്യങ്ങളിലും ക്രിസ്ത്യാനിറ്റി ഉള്ള സ്ഥലങ്ങളിലും എല്ലാം ഈ സിനിമ നിരോധിച്ചതാണ്. ആ സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിലെ പല സീനുകളും ടെംപ്റ്റേഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ നിന്നും കോപ്പിയെടുത്ത് ഞാൻ പറയുന്നില്ല, ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് സിനിമയുടെ കളറിംഗ് ആണ്. സിനിമയ്ക്ക് മുഴുവനായിട്ടൊരു സെപ്പിയ ടോൺ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ്, ഒരു ഡസ്റ്റ്, ഒരു ഡ്രൈ ഒരു ഫീലാണ്. കാരണം ആ കാലഘട്ടത്തിലുള്ള ആ സ്ഥലത്തുള്ള ജെറുസലേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ചൂടായിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ മണ്ണും പൊടിയും നിറഞ്ഞ ആ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പഴമ തോന്നിക്കാൻ വേണ്ടിയിട്ട് കളറിങ്ങിൽ ഒരു ഡസ്റ്റി ആംബിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലെ ഒരു സീനുണ്ട്, ക്രിസ്തുവിൻ്റെ ശരീരം ക്രൂശീകരണത്തിന് ശേഷം എടുത്ത് മാതാവ് മടിയിൽ കിടത്തുന്ന വളരെ ഇമോഷണൽ ലോക്കുള്ള ഒരു സീനുണ്ട്. ആ സീൻ യഥാർത്ഥത്തിൽ ക്രിയേറ്റ് ചെയ്തത് മൈക്കിൾ ആഞ്ചലോയുടെ പിയാത്ത എന്ന് പറയുന്ന ഒരു മാർബിൾ ശില്പത്തെ ആസ്പദമാക്കിയാണ് ആ ഒരൊറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങളും കാര്യങ്ങളുമൊക്കെ ആ സെറ്റിലുണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയെക്കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യുക. അത് ഞാൻ പരിഗണിക്കുന്നതാണ്. ഇടയ്ക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരും. അതേവരെ ബൈ.